hello, welcome back to my YouTube channel Blushed with Arya. പെർമനൻ്റ് ആയിട്ട് നിങ്ങൾക്കൊരു നല്ല സ്കിൻ നന്നായിട്ട് നിറം വെക്കാനും വെളുക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു പാക്കാണ്. അത് മാത്രമല്ല നമ്മുടെ സ്കിന്ന് ഭയങ്കര കുഴികളും പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റാനും നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു പാക്കാണ്. നമ്മുടെ ഫേസിൽ ഉണ്ടാവുന്ന ഫൈൻ ലൈൻസും റിങ്കിൾസ് ഒക്കെ മാറ്റി നല്ല യങ് ആയിട്ട് ഇരിക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി കിഡിലെ പാക്കാണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോണത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം എൻ്റെ സ്കിൻ തൊടുമ്പോൾ തന്നെ ഭയങ്കര റഫായിട്ട് തോന്നുകയാണ്, മുരി പോലെയൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു പാക്ക് നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. ഒരു 4 days നിങ്ങൾ ചെയ്ത് നോക്കുക, കണ്ടിന്യൂസ് ആയിട്ട് നിർത്താതെ 4 days നിങ്ങൾ ചെയ്ത് നോക്കുക. അടിപൊളി കിട്ടില്ല റിസൾട്ട്, പെർമനൻ്റ് ആയിട്ട് നമുക്ക് വെളുക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ സ്കിൻ നന്നായി സോഫ്റ്റൻ ചെയ്യാനും നിങ്ങളുടെ ഫേസിൽ ഉണ്ടാകുന്ന പാടുകൾ മാറ്റി നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ആൽമണ്ടാണ് കേട്ടോ. നമുക്ക് ബദാമാണ് വേണ്ടത്. ബദാം നിങ്ങൾക്ക് ഒരു ദിവസത്തേക്കാണെങ്കിൽ ആ ഒരു അളവിലെടുത്താൽ മതി. ഇതിപ്പോൾ കുറച്ച് അളവിലെടുത്ത് വെച്ച് നന്നായിട്ട് അരഞ്ഞ് കിട്ടില്ല കേട്ടോ. പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഈ ഒരു പാക്ക് നമ്മൾ തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് 2 ദിവസം ഉപയോഗിക്കാം, അല്ലെങ്കിൽ 3 ദിവസം. രാവിലെ വൈകുന്നേരം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഞാൻ അങ്ങനെയാണ് ഉപയോഗിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ റോ മിൽക്കാണ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടോ. എന്നിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ആൽമണ്ടിൻ്റെ ആ ഒരു ഇത് തൊലി കളയാം, അല്ലെങ്കിൽ കളയാതെയും നിങ്ങൾക്ക് ഇതുപോലെ പേസ്റ്റാക്കി എടുക്കാം. പിന്നെ ഞാൻ നെക്സ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഉഴുന്നുപൊടിയാണ്. ഉഴുന്നുപൊടി നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ അറിയാം, ഉഴുന്നുപൊടി വിട്ടിട്ടുള്ള ഒരു പരിപാടി ഇല്ല കേട്ടോ. ഉഴുന്നുപൊടി ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ നല്ല ബ്രൈറ്റൻ ചെയ്യാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുകൊണ്ടാണ് ഉഴുന്നുപൊടി എടുക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് മുൾട്ടാണി മിട്ടിയാണ്. മുൾട്ടാണി മിട്ടി അറിയാം, നമ്മുടെ സ്കിന്നൊക്കെ ഡ്രൈ സ്കിന്നാണെങ്കിൽ അത് മാറ്റാനൊക്കെ, ഓയിലി സ്കിന്നാണെങ്കിൽ മാറ്റാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. സെബം പ്രൊഡക്ഷനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും മുൾട്ടാണി മിട്ടി. അതുപോലെ തന്നെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനോ ആക്നെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് നമ്മളിതിൽ മെയിനായിട്ട് ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഗ്ലിസറിനാണ്. ഗ്ലിസറിൻ നമുക്കറിയാം അടിപൊളിയാണ്, നമ്മുടെ ഡ്രൈ സ്കിന്നൊക്കെ മാറ്റി നല്ല ഗ്ലോ കൊണ്ടുവരാനും, നിങ്ങളുടെ നല്ല മുരി ഭയങ്കര ഡ്രൈ സ്കിന്നാണെങ്കിൽ നിങ്ങൾ ഗ്ലിസറിൻ യൂസ് ചെയ്യുകയാണെങ്കിൽ അടിപൊളി കിട്ടില്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു പാക്കാണ് ഈ ഒരു പാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യണം, സ്കിൻ നിങ്ങൾക്ക് ഡള്ളായിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു 4 to 5 days നിങ്ങളിത് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ളൊരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു ഗ്ലോയിങ് ആയിട്ടുള്ളൊരു ബ്രൈറ്റനിങ് സ്കിന്ന് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഫേസ് പാക്ക് ആഡ് ചെയ്യും. ഫേസ് പാക്ക് മാത്രമായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്താൽ മാത്രം പോരാ, നമുക്ക് ഉള്ളിലേക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്കിൻ ലൈറ്റൻ ചെയ്യാനും ബ്രൈറ്റൻ ചെയ്യാനുള്ള ജ്യൂസസ് അല്ലെങ്കിൽ ഡ്രിങ്ക്സ് നമ്മൾ കുടിക്കണം. അപ്പോൾ ഞാൻ അതിനു വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, വേണമെന്നുള്ളവർ കണ്ടു നോക്കൂട്ടോ. ഇതിന് മുമ്പായിട്ടുള്ള ഇട്ടിട്ടുള്ള വീഡിയോ എന്ന് തോന്നുന്നത്. ആ ഡ്രിങ്ക് കുടിച്ചാൽ നമുക്ക് നന്നായിട്ട് ഫുൾ ബോഡി നമുക്ക് ബ്രൈറ്റൻ ചെയ്യാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇടുന്ന ഫേസ് പാക്കൊക്കെ നന്നായിട്ട് നമ്മുടെ ഫേസിൽ നന്നായിട്ട് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിൽ നിന്ന് നമ്മൾ ഇതുപോലത്തെ ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ എന്നോട് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫേസ് പാക്ക് ഇടുമ്പോൾ അപ്പം തന്നെ ഒരു ബ്രൈറ്റനായി, അതായത് ഇട്ട് കഴിഞ്ഞാൽ ഒരു ബ്രൈറ്റനിങ് ലുക്ക് കിട്ടും, അത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ സ്കിൻ പഴയതുപോലെ ആവുന്നുണ്ടെങ്കിൽ. അങ്ങനെ അതാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്. നമ്മൾ ഉള്ളിൽ നിന്നും ഒന്നും കഴിക്കുന്നില്ല, പുറമേ മാത്രം തേച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഉള്ളിൽ നിന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ തേച്ച് കൊടുക്കണം. കാര്യമില്ല എന്നല്ല, നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഫുൾ ബോഡി നിങ്ങൾക്ക് ഇതുപോലെ നന്നായിട്ട് സ്കിൻ ബ്രൈറ്റൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഡ്രിങ്കും കൂടി കുടിച്ച് നോക്കുക. ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, വേണമെന്നുള്ളവർ ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ, ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പാക്ക് ഫേസ് നല്ല തിക്കായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കയ്യിലും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, കാരണം നിങ്ങൾക്ക് ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു പാക്ക് വേണമെങ്കിൽ കഴുത്തിലും കയ്യിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ, ഒരു പ്രശ്നമില്ല. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനും ഇൻസ്റ്റൻ്റായിട്ട് ബ്രൈറ്റൻ ചെയ്യാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങളുടെ ഒരു ഗ്ലിസറിൻ ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾക്ക് അലോവേര ജെല്ലുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. ഗ്ലിസറിനാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയണത് കേട്ടോ. ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ.
അപ്പോൾ ഫേസ് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം നിങ്ങൾക്ക് ഫേസ് നന്നായിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട് കഴുകിക്കളയുകയാണെങ്കിൽ നമ്മുടെ ഡെഡ് സ്കിൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു കിഡിലെ റിസൾട്ട് കിട്ടണമെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. ഒറ്റ ദിവസം തന്നെ ഉപയോഗിച്ചാണെങ്കിൽ നമ്മുടെ സ്കിൻ ജസ്റ്റ് ഒന്ന് ബ്രൈറ്റൻ ആയ പോലെ നമുക്ക് ഫീൽ ചെയ്യും. കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു റിസൾട്ട് നമുക്ക് പെർമനൻ്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ബദാമിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ബദാം എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനുണ്ടാവുന്ന ഫൈൻ ലൈൻസും റിങ്കിൾസ് ഒക്കെ മാറ്റാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഡാമേജ്ഡ് ആയിട്ടുള്ള സ്കിൻസ് ആണെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി റിപ്പയർ ചെയ്യാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ, ആ ഒരു മോയ്സ്ചറൈസ് നമ്മുടെ സ്കിന്നിൽ ലോക്ക് ചെയ്യാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ബദാം. പിന്നെ നമ്മുടെ സ്കിന്നിൽ ഭയങ്കര എന്നും യങ് ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ബദാം വെച്ചിട്ടുള്ള ഫേസ് പാക്കൊക്കെ അപ്ലൈ ചെയ്യണത് നല്ലതാണ് കേട്ടോ. പിന്നെ ഗ്ലിസറിൻ എന്ന് പറയുന്നത് നമുക്കറിയാം. ഗ്ലിസറിൻ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നമ്മുടെ സ്കിൻ മോയ്സ്ചറൈസേഷൻ നന്നായിട്ട് ചെയ്യാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ലോഷൻ, ഫേസ് പാക്ക്, നമ്മൾ യൂസ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റിലും ഈ ഒരു ഗ്ലിസറിൻ ആഡ് ചെയ്തിട്ടുണ്ട്. സോപ്പിൽ വരെ ഇത് ഗ്ലിസറിൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗ്ലിസറിൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. നമ്മുടെ സ്കിന്നിൽ ഒട്ടും ഏതൊരു ഫേസ് പാക്ക് ഇട്ടാലും ചിലപ്പോൾ പോഴ്സസിലൊക്കെ ക്ലോഗ് ചെയ്തിട്ട് കിടന്നിട്ട് അല്ലെങ്കിൽ അത് അടിഞ്ഞുകൂടി കിടന്നിട്ട് കുരുക്കളൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഗ്ലിസറിൻ ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മുടെ സ്കിൻ നന്നായിട്ട് യങ് ആയിട്ടിരിക്കാനും ഭയങ്കര ഡ്രൈനെസ് ഒക്കെ മാറ്റാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിമ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വരില്ല കേട്ടോ. ഗ്ലിസറിൻ യൂസ് ചെയ്യുകയാണെങ്കിൽ പിമ്പിൾസ് വരില്ല, അത് നിങ്ങൾ പേടിക്കേണ്ട. അപ്പോൾ നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾ ഗ്ലിസറിൻ യൂസ് ചെയ്യണത് നല്ലതാണ് കേട്ടോ. പിന്നെ ഗ്ലിസറിൻ എന്ന് പറയുന്നത് ഒരു ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടിയും കൂടി ഉണ്ട് കേട്ടോ ഗ്ലിസറിനിൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ യങ് ആയിട്ടിരിക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ മുൾട്ടാനി മിട്ടി എന്ന് പറയുന്നത് പണ്ട് മുതലേ ഉപയോഗിക്കുന്ന ഒരു ഫേസ് പാക്കിൽ ആഡ് ചെയ്യുന്ന ഒന്നാണ് മുൾട്ടാനി മിട്ടി എന്ന് പറയുന്നത്. അപ്പോൾ മുൾട്ടാനി മിട്ടിയിട്ടുള്ള ഫേസ് പാക്കൊക്കെ നമ്മുടെ ആക്നെ അല്ലെങ്കിൽ പാടുകൾ മാറ്റാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഉഴുന്നുപൊടി നമ്മുടെ സ്കിൻ ലൈറ്റൻ ചെയ്യാനും ബ്രൈറ്റൻ ചെയ്യാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ എൻ്റെ പഴയ വീഡിയോസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഉഴുന്നുപൊടി യൂസ് ചെയ്തിട്ടുള്ള കുറേ അധികം പാക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. കാരണം അത്രയ്ക്കും കിഡിലെ റിസൾട്ട് നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് നിങ്ങളുടെ ഒരു സ്കിൻ ടോൺ നന്നായിട്ട് മാറാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഉഴുന്നുപൊടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇൻഗ്രീഡിയൻസ് എല്ലാം യൂസ് ചെയ്തിട്ട് നമ്മളൊരു ഇതുപോലെ പാക്ക് ഇടുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിന്ന് നന്നായിട്ട് ചേഞ്ച് ചെയ്യും. നിങ്ങളുടെ ടാനൊക്കെ മാറാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ സ്കിൻ ഭയങ്കര ടാൻ അടിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പാലിന് പകരം നിങ്ങൾക്ക് തൈര് ഉപയോഗിക്കാം കേട്ടോ. ഞാൻ തൈരും കൂടുതലും പ്രിഫർ ചെയ്യില്ല. ഞാൻ എപ്പോഴും പാലാണ്, റോ മിൽക്കാണ് ഞാൻ കൂടുതലും ചൂസ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു കയ്യിലും ആ മറ്റേ കയ്യിലും നല്ല ഡിഫറൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കുക, കിട്ടില്ല റിസൾട്ട് കിട്ടും, കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ഈ ഒരു പാക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, കിട്ടില്ല റിസൾട്ട് കിട്ടും. നന്നായിട്ട് ഗ്ലോയിങ് ആവാനും നന്നായിട്ട് പെർമനൻ്റ് ആയിട്ട് നിറം വയ്ക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അത് മാത്രമല്ല ഡ്രൈനെസ് മാറ്റി, ഗ്ലിസറിനൊക്കെ നമ്മുടെ ഫേസിന് നല്ലതാണ്. ഗ്ലിസറിൻ എന്ന് പറയുന്നത് ഡ്രൈനെസ് ഒക്കെ മാറ്റി നന്നായിട്ട് കിഡിലായിട്ട് വർക്ക് ചെയ്യുന്ന ഒന്നാണ് ഗ്ലിസറിൻ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഗ്ലിസറിൻ വെച്ചിട്ടുള്ള വേറെ ഒരു ഫേസ് പാക്ക് ഞാൻ കാണിക്കുന്നതായിരിക്കും കേട്ടോ. നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.